സ്വാതന്ത്ര്യദിനം വരുമ്പോൾ ബി ജെ പിക്കാരുടെ രാഷ്ട്രീയ സ്നേഹം, രാഷ്ട്രസ്നേഹം, വലിയ ദേശഭക്തി വലിയ രീതിയിൽ ഉയർന്നു വരും. സവർക്കറും അതുപോലെ തന്നെ ബി ജെ പിയുടെ പഴയകാല RSS നേതാക്കളൊക്കെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറും. പ്രിയങ്ക് ഖാർഗെ, കർണാടകയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ ഈ നിമിഷം നമ്മൾ ഈ ന്യൂസ് അനാലിസിസ് പറയുന്ന ഈ നിമിഷം വരെ മറുപടി വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ RSSകാർ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. കോൺഗ്രസിൻ്റെ നൂറുകണക്കിന് നേതാക്കളെ, ആയിരക്കണക്കിന് നേതാക്കളെ എണ്ണി പറയാൻ എനിക്ക് സാധിക്കും എന്ന രാഷ്ട്രീയ വെല്ലുവിളിയാണ് പ്രിയങ്ക് ഖാർഗെ നടത്തിയത് എന്നുള്ളതാണ്. നമ്മൾ വന്നിരുന്ന് വെറുതെ ഇങ്ങനെ പെടുവായത്തരങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരു അലങ്കാരത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, ഇതൊക്കെ ബി ജെ പിയുടെ വലിയ തന്ത്രമായി ഇങ്ങനെ വലിയ കൊട്ടിഘോഷിക്കലുകളൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ ശക്തമായി ഈ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പോലും മറുപടി പറയാൻ കഴിയാതിരിക്കുകയാണ് RSSും ബി ജെ പിയും എന്നുള്ളതാണ്. 100% ഉറപ്പാണ്. അതൊരു കാലിക പ്രസക്തമായ ചോദ്യമാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രസ് മീറ്റിൽ ഇരുന്ന് പ്രിയങ്ക് ഖാർഗെ ചോദിക്കുകയാണ്, ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധിക്കില്ല എന്ന്. അത്രമേൽ വലിയ കോൺഫിഡൻസോടുകൂടി ആഭ്യന്തരമന്ത്രിയായ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഡേറ്റ വെച്ച് എനിക്ക് പറയാൻ സാധിക്കും. കൃത്യമായ അനുമാനങ്ങളും കൃത്യമായ വിശദീകരണങ്ങളും എനിക്കതിന് പറയാൻ സാധിക്കും. നിങ്ങൾ ചരിത്രത്തെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതിലും ഒരു സംശയവുമില്ല. ജനങ്ങൾ നിങ്ങളെ എത്രമേൽ വലിയ രീതിയിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ രാജ്യം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വലിയ പ്രക്ഷോഭങ്ങളും. ആ പ്രക്ഷോഭങ്ങളിൽ മുട്ടുമടക്കി പോകുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അടങ്ങുന്ന ബി ജെ പിയുടെ RSSന്റെ അതികായന്മാർ. പക്ഷെ നിങ്ങൾ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ സമീപഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ രാജ്യത്തിന് മുമ്പിൽ എത്രയോ തവണ തോറ്റു കഴിഞ്ഞിരിക്കുന്നവരാണ്. 100% കാലിക പ്രസക്തമായ ചോദ്യം ഈ രാജ്യത്തിന് മുന്നിലിട്ട് വീരപരിവേഷത്തിൽ നിൽക്കുകയാണ് കർണാടകയുടെ ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ.